ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ഓഗസ്റ്റ് 21 വെള്ളിയാഴ്ച ഓണം റിലീസായി തിയേറ്ററിലെത്തി ഹെവി പോസിറ്റീവ് അഭിപ്രായം നേടുന്ന മലയാള സിനിമയാണ് ബദ്ലഹേം കുടുംബ യൂണിറ്റ്. നിവിൻ പോളി നായകനെ ഗിരീഷ് ഏടി തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ മമിത ബൈജു, സംഗീത് പ്രതാപ്, സുരേഷ് കൃഷ്ണ, വിനയ് ഫോർട്ട്, റോഷൻ ഷാനവാസ്, ശ്രിന്ദ എന്നിങ്ങനെയാണ് പ്രധാനപ്പെട്ട താരങ്ങൾ. സിനിമ ആദ്യ ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ച കേരളത്തിൽ 4,60,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 1,20,00,000 രൂപയും നേടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ഫസ്റ്റ് ഡേ ഇന്ത്യൻ ഓപ്പണിംഗ് ആയി 5,80,00,000 രൂപയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. സിനിമയുടെ ഫസ്റ്റ് ഡേ വേൾഡ് വൈഡ് കളക്ഷനുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു അപ്ഡേറ്റ് നിലവിൽ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. ഇനി സിനിമയുടെ രണ്ടാം ദിവസമായ ഇന്ന് ശനിയാഴ്ചയിലെ അഡ്വാൻസ് ബുക്കിംഗ് വഴിയുള്ള കേരള പ്രീസെയിലേക്ക് വന്നാൽ 3,11,00,000 രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. ഇന്ന് ഇന്ത്യൻ പ്രീസെയിലായി സിനിമ നേടിയെടുത്തിരിക്കുന്നത് 4,05,00,000 രൂപയുമാണ്. അപ്പോൾ ഇന്നലെ വെള്ളിയാഴ്ച അപേക്ഷിച്ച് ഇന്ന് ശനിയാഴ്ച ഡബിൾ സ്ട്രോങ് ആയാണ് സിനിമ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. പൃഥ്വിരാജ് സുകുമാരൻ നായകനായി വൈശാഖ് സംവിധാനം ചെയ്ത് ഓണം റിലീസായി ഓഗസ്റ്റ് 20 വ്യാഴാഴ്ച തിരഞ്ഞെടുത്ത മലയാള സിനിമയാണ് ഖലീഫ. മോഹൻലാൽ ക്യാമിയോ റോളിൽ അഭിനയിച്ചിരിക്കുന്ന ഈ സിനിമയിൽ മാളവിക ശർമ്മ, ഷമ്മി തിലകൻ, നീൽ നിതിൻ മുകേഷ്, ഇന്ദ്രൻസ്, സഞ്ജു ശിവറാം, സാദിഖ്, രഞ്ജി പണിക്കർ, മോഹിനി എന്നിങ്ങനെയാണ് പ്രധാനപ്പെട്ട താരങ്ങൾ. സിനിമ ആദ്യ ദിവസം കേരളത്തിൽ 5,30,00,000 രൂപയും വേൾഡ് വൈഡ് കളക്ഷനായി നേടിയെടുത്തത് 13,17,00,000 രൂപയുമായിരുന്നു. എന്നാൽ ഒഫീഷ്യൽ കണക്ക് പ്രകാരം ആദ്യ ദിവസം ഈ സിനിമ കളക്ട് ചെയ്തത് 14,50,00,000 രൂപയാണ്. അതേസമയം ഇന്നലെ വെള്ളിയാഴ്ച ഈ സിനിമ കേരളത്തിൽ 2,40,00,000 രൂപ നേടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ കേരളത്തിൽ സിനിമ 2 ദിവസം കൊണ്ട് 7,70,00,000 രൂപയാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഇന്നലെ വേൾഡ് വൈഡ് ഗ്രോസായി സിനിമ നേടിയെടുത്തത് 7 കോടി റേഞ്ചിലാണ്. അങ്ങനെ 2 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 20 കോടി റേഞ്ചിലാണ് സിനിമ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇന്നലെ ഓഗസ്റ്റ് 21 വെള്ളിയാഴ്ച തിയേറ്ററിൽ ഹെവി പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത തെലുങ്ക് സിനിമയാണ് ഇരുമുടി. രവി തേജ പ്രധാന വേഷത്തിൽ അഭിനയിച്ചിരിക്കുന്ന ഈ സിനിമ തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്തിരിക്കുന്നത് ശിവ നിർവാണയാണ്. സ്വാസിക വിജയ്, പ്രിയ ഭവാനി ശങ്കർ, ബേബി നക്ഷത്ര, അജയ് ഘോഷ്, രാജ്കുമാർ കാശിറെഡ്ഡി എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. സിനിമയുടെ ആദ്യ ദിവസത്തെ കളക്ഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുമ്പോൾ 14,80,00,000 രൂപയാണ് ഇന്ത്യൻ നെറ്റ് കളക്ഷനായി നേടിയെടുത്തത്. ഇന്ത്യൻ ഗ്രോസായി നേടിയെടുത്തിരിക്കുന്നത് 17,20,00,000 രൂപയുമാണ്. ഇതിൽ 14,50,00,000 രൂപയും നേടിയെടുത്തത് ആന്ധ്ര തെലങ്കാനയിൽ നിന്നാണ്. വിദേശത്ത് നിന്ന് ആദ്യ ദിവസം കളക്ട് ചെയ്തത് 6 കോടി രൂപയാണ്. ടോട്ടൽ വേൾഡ് വൈഡ് ഓപ്പണിംഗ് ആയി സിനിമ നേടിയെടുത്തിരിക്കുന്നത് 23,20,00,000 രൂപയാണ്. ഓഗസ്റ്റ് 26 ബുധനാഴ്ച ഓണം റിലീസായി തിയേറ്ററിലെത്തുന്ന സിനിമയാണ് ടോക്സിക്. നീണ്ട കാലയളവിന് ശേഷം യാഷ് നായകനായി അഭിനയിക്കുന്ന ഈ സിനിമ ഗീതു മോഹൻദാസാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. ഗീതു മോഹൻദാസിന്റെ കഥയ്ക്ക് യാഷ്, ഗീതു മോഹൻദാസ് എന്നിവരാണ് തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത്. കിയാര അദ്വാനി, നയൻതാര, ഹുമ ഖുറേഷി, താര സുതാരിയ, രുക്മിണി വസന്ത് എന്നിങ്ങനെ യാഷിന്റെ നായികമാരായി 5 താരസുന്ദരികളാണ് അണിനിരക്കുന്നത്. സിനിമ കന്നഡയ്ക്ക് പുറമെ മലയാളം, തെലുങ്ക്, ഹിന്ദി, തമിഴ്, ഇംഗ്ലീഷ് എന്നിങ്ങനെ 6 ഭാഷകളിലായി പാൻ ഇന്ത്യൻ റിലീസായാണ് തിയേറ്ററിലെത്തുന്നത്. അഡ്വാൻസ് ബുക്കിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഈ സിനിമ കർണാടക ഉൾപ്പെടെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലും വിദേശ രാജ്യങ്ങളിലും വമ്പൻ ട്രെൻഡിങ്ങും പ്രീസെയിലുമാണ് നേടിയെടുത്തുകൊണ്ടിരിക്കുന്നത്. സിനിമ ഇന്ത്യയിൽ അഡ്വാൻസ് ബുക്കിംഗ് തുടങ്ങി 31 മണിക്കൂർ പിന്നിട്ടപ്പോഴേക്കും ഇന്ത്യൻ പ്രീസെയിലായി നേടിയെടുത്തിരിക്കുന്നത് 21 കോടി രൂപയാണ്. ഇതിൽ 16 കോടി രൂപയും കർണാടകയിൽ നിന്നാണ്. സിനിമയുടെ വേൾഡ് വൈഡ് പ്രീസെയിൽ 26,10,00,000 രൂപയുമാണ്. സൂര്യനായകനായി വെങ്കി അറ്റ്ലൂരി തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് 14 തിയേറ്ററിൽ പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത തമിഴ് സിനിമയാണ് വിശ്വനാഥ് ആൻഡ് സൺസ്. ഈ ചിത്രം ഇന്നലെ വെള്ളിയാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 15 ലക്ഷം രൂപയാണ്. അങ്ങനെ 8 ദിവസം കൊണ്ട് കേരളത്തിൽ 6,85,00,000 രൂപയാണ് നേടിയെടുത്തിരിക്കുന്നത്. തമിഴ്നാട്ടിൽ 8 ദിവസം കൊണ്ട് 44,80,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഇന്ത്യൻ ഗ്രോസായി 109,10,00,000 കളക്ട് ചെയ്ത ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസായി 159 കോടിക്ക് മുകളിലും നേടിയെടുത്തിട്ടുണ്ട്. നിതിൻ കക്കർ സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് 14 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി നിലവിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം സ്വന്തമാക്കിയ ബോളിവുഡ് സിനിമയാണ് ആവാരപ്പൻ 2. 2007 തിയേറ്ററിലെത്തിയ ആവാരപ്പൻ എന്ന സിനിമയുടെ രണ്ടാം ഭാഗമായി തിയേറ്ററിലെത്തിയ ഈ സിനിമയിൽ ഇമ്രാൻ ഹാഷ്മി, ദിഷ പട്ടാണി, ഷബാന ആസ്മി എന്നിങ്ങനെയായിരുന്നു പ്രധാനപ്പെട്ട താരങ്ങൾ. ഈ സിനിമ ഇന്നലെ വെള്ളിയാഴ്ച കേരളത്തിൽ 1,10,000 രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ 8 ദിവസം കൊണ്ട് കേരളത്തിൽ 29,30,000 രൂപയാണ് സിനിമ നേടിയെടുത്തിട്ടുള്ളത്. സിനിമ ഇന്ത്യൻ നെറ്റ് കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത് 119 കോടി രൂപയും ഇന്ത്യൻ ഗ്രോസായി നേടിയെടുത്തിരിക്കുന്നത് 141,87,00,000 രൂപയുമാണ്. വിദേശത്ത് നിന്ന് 27,30,00,000 രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. സിനിമ വേൾഡ് വൈഡ് ഗ്രോസായി 8 ദിവസം കൊണ്ട് കളക്ട് ചെയ്തിരിക്കുന്നത് 169,17,00,000 രൂപയാണ്. ഇമ്രാൻ ഹാഷ്മിയുടെ ആദ്യ 100 കോടി ചിത്രമായി ഈ സിനിമ മാറിയിരിക്കുകയാണ്. 40 കോടിക്ക് താഴെ മാത്രം ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ ബ്ലോക്ക് ബസ്റ്റർ വിജയമാണ് നിലവിൽ സ്വന്തമാക്കിയിരിക്കുന്നത്. ഓഗസ്റ്റ് 7 തിയേറ്ററിലെത്തി വിജയം വരിച്ച തെലുങ്ക് സിനിമയാണ് കൊറിയൻ കനകരാജു. ഈ സിനിമയുടെ 14 ദിവസത്തെ കളക്ഷൻ വിവരങ്ങൾ അപ്ഡേറ്റ് ആക്കപ്പെട്ടിട്ടുണ്ട്. തെലങ്കാനയിൽ 13,76,00,000, ആന്ധ്രയിൽ 13,50,00,000 എന്നിങ്ങനെ 27,25,00,000 രൂപയാണ് തെലുങ്ക് കളക്ഷനായി സിനിമ നേടിയെടുത്തിരിക്കുന്നത്. കർണാടക കളക്ഷനായി 2,95,00,000 കളക്ട് ചെയ്ത ഈ സിനിമ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 43 ലക്ഷം ഉൾപ്പെടെ ഇന്ത്യൻ ഗ്രോസായി 30,64,00,000 രൂപ സ്വന്തമാക്കിയിട്ടുണ്ട്. വിദേശത്ത് 5,70,00,000 കളക്ട് ചെയ്ത ഈ സിനിമ ലോകമെമ്പാടുമായി 36,34,00,000 രൂപയാണ് 2 ആഴ്ച കൊണ്ട് നേടിയെടുത്തിരിക്കുന്നത്. സിനിമ സൂപ്പർ ഹിറ്റ് വിജയമാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.